മിഡ് ടേം എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് മോനിക്ക് പരീക്ഷ ഉള്ളത്. നമ്മളൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഒരു ടെൻഷനുള്ള എക്സാമാണല്ലേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ കിട്ടൽ ജനുവരി 1, ജനുവരി 2 അങ്ങനെ കഴിഞ്ഞാണ്ടാണ്. അപ്പോൾ അതിൽ മാർക്കൊക്കെ കുറവുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ നമ്മളെപ്പോഴും പറയും, ഫ്രണ്ട്സൊക്കെ പറയുന്നതാണ്, പിന്നെ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ കാര്യം പോക്കാണ്. കാരണം ടീച്ചേഴ്സിൻ്റെ വക ചീത്ത വേറണോ, പിന്നെ വീട്ടിൽ ചെന്ന് ആ ചീത്ത വേറണോ. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു കൊല്ലം പോക്കാന്നാണ് കേട്ടോ ഞങ്ങൾ പറയാറുള്ളത്. അങ്ങനെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോനിക്ക് പോകാനും 1:15 എക്സാം തുടങ്ങുന്നത്. അപ്പോഴേക്ക് ചോറും കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇതാ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. കറിയിലേക്ക് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് രാത്രി പൂളാന്ന് കേട്ടോ പറയുന്നത്. ഞങ്ങൾ പറയാം പൂള, ഞാൻ പറയാം പൂളാന്ന് കേട്ടോ, ഇവിടെ പറയൽ കപ്പാന്നാണ്. അപ്പോൾ കുറച്ചൊരു പിന്നെ സാധാരണ മീൻ വരട്ടലാണ്. അപ്പോൾ കപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസിലാണ് കേട്ടോ വെക്കൽ. പിന്നെ വെണ്ടക്കൻ്റെ ഒരു തൊട്ടുകൂട്ടാനുമുണ്ട്. അപ്പോൾ ഈ ഒരു വെണ്ടക്കൻ്റെ തൊട്ടുകൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്ച്ചോറിനൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തീരെ വെള്ളമില്ലാതെ നമ്മൾ മീനൊക്കെ വരട്ടി വെക്കുന്ന പോലെ. ഇതപ്പോൾ കഞ്ഞിവെള്ളം മറിക്കാൻ പോവാണ്. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ അത് എടുക്കാനായിട്ട് പിന്നെ വരുത്തുണ്ട്. പക്ഷെ ഇന്നലെ വന്നിട്ടില്ല. അപ്പം ആ വെള്ളം കൂടി പിന്നെ തെങ്ങിതടത്തിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഞങ്ങളിവിടെ താമസാക്കി ആ ഒരു സമയത്ത് വാങ്ങി വെച്ചതാണ് കേട്ടോ. 4 കൊല്ലം കൊണ്ട് പിന്നെ കായ്ക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ വലിയൊരു ഓവറായിട്ടൊരു വലുതാവും അങ്ങനത്തതൊന്നുമില്ല. പിന്നാണെങ്കിൽ അധികമൊന്നും നമ്മൾ ഫുള്ള് വേസ്റ്റ് വെള്ളം, പിന്നെ നമ്മൾ ഉള്ളി തക്കാളി അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ ഇടാനൊക്കെ അങ്ങനെയൊന്നും പറ്റില്ല. അത് സാധാരണ നമ്മളൊരു തെങ്ങിൻ തൈ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വേസ്റ്റ് കിച്ചണിലെ എല്ലാ വേസ്റ്റും നമ്മളാണല്ലോ കൊണ്ടുപോയിടുക. അപ്പോൾ ഇതിന് വളം ഓവറായിട്ടുണ്ടെങ്കിലും അതിൻ്റെ വേരൊക്കെ ചീനി പോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണുള്ളത്. അപ്പോൾ കുറച്ച് ഒഴിക്കും, കുറച്ച് പിന്നെ വേറെ എന്തിനൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോകും. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ആരോടാണ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കണതെന്ന്. ഇത് ഇവരെ സ്വഭാവമാണ് കേട്ടോ. പണിയെടുക്കുമ്പോൾ നമ്മളെന്തെങ്കിലും തിരക്കിട്ട പണിയിലായിരിക്കും. അന്നേരം വന്നിട്ടായിരിക്കും ഇവരെന്തെങ്കിലും ആവശ്യം പറയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പണീൻ്റെ ഇടയിൽ ഓക്കേ എന്നറിയാമല്ലോ. അപ്പോൾ അതിനുള്ള കുറച്ച് ബാർഗെയിനിങ് കാര്യങ്ങളാണ് കേട്ടോ ബിഹൈൻഡ് ദ ക്യാമറ നടക്കുന്നത്. അപ്പോൾ ഇത് മോരടിച്ചാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. മിൽമൻ്റെ മോരാണ്. ഇതിൽ ലേശം ഉള്ളി, പച്ചമുളക്, പിന്നെ കരിവേപ്പില, പിന്നെ കുറച്ചൊരിത്തിരി ഒരു പിടി തേങ്ങ ഇട്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ മോരിൽ ലേശം വെള്ളം കൂടി ചേർത്ത് അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് കുടിക്കുമ്പോഴൊക്കെ നല്ലൊരു സംഭാരം കുടിക്കുന്നൊരു ഫീലാണ് കേട്ടോ, ഷോപ്പിൽ നിന്നൊക്കെ കുടിക്കുന്ന പോലെയുള്ള. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ സ്പൂണും പിന്നെ നമ്മൾ കിച്ചണിൽ ഡെയിലി യൂസ് ചെയ്യുന്ന സ്പൂണും കയ്യിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ പാത്രമാണ് കേട്ടോ. നല്ല വൈറ്റ് കളറിൽ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ പക്ഷേ ഇതിൻ്റെ വീഡിയോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ചെയ്തിട്ടില്ല. എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ. പക്ഷെ എന്നാലും എവിടെ നിന്നൊക്കെ 3-4 പാത്രമായിട്ട് ആ ഒരു സെങ്കിൽ വന്ന് കിടപ്പുണ്ടാവും എത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് എല്ലാം കൂടിയും കഴുകി വെച്ച് ഇനി ഗ്യാസ് സ്റ്റവ് ഒന്ന് ജസ്റ്റ് തുടക്കാനേ ഉള്ളൂ. രാവിലെ എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയതിനുകൊണ്ട് പിന്നെ ഗ്യാസ് സ്റ്റവ് നന്നാക്കേണ്ട പണിയില്ല. അങ്ങനെ ഇതാ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പണിയാണ് ഏറ്റവും അടിപൊളിച്ച പണി, പോയിട്ട് കുളിക്കുക എന്നുള്ളത്. കാരണം ഇപ്പോൾ നല്ല തണുപ്പാണ്. ഉച്ച ആയാലും വൈകുന്നേരം ആയാലൊക്കെ ഭയങ്കര